ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈദ് ഷോപ്പിൻ്റെ ചെറിയൊരു ബാക്കി കുറച്ചുകൂടെ പാട്ടുണ്ടായിരുന്നു കേട്ടോ, വേറൊരു ദിവസത്തെയാണ്. അപ്പോൾ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പെരുന്നാളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ എന്താ പറയുക, മൊത്തത്തിൽ സെപ്പറേറ്റ് ഒരു ഈദ് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഇടാനുള്ള വീഡിയോ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ജ്വൽസും ഡ്രസ്സ് ചെരുപ്പൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ഭംഗിയുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ചെരുപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു കേട്ടോ. ഒരുപാട് പെൺകുട്ടികളുടെ കളക്ഷൻസ് ആണെങ്കിൽ ഒരുപാടാണ് നമുക്ക് പറയാൻ. എന്താ പറയുക, കണ്ടാലും വാങ്ങിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ കാണാൻ തോന്നില്ലേ, അതുപോലെ. ബോയ്സിന് പിന്നെ കോമൺ എങ്കിലും ബോയ്സെങ്കിലും വെറൈറ്റീസൊക്കെ നമുക്ക് കാണാം. പിന്നെ ഒരുപാട് ബാഗ് കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ എല്ലാവരും പെരുന്നാളൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചെന്ന് വിചാരിക്കണം. എല്ലാവരും സേഫായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കണം. നാട്ടിൽ ഭയങ്കര ചൂടാണല്ലോ അല്ലേ. ഇവിടെ ഇപ്പം മഴ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണു. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകണം കേട്ടോ. ഇതിപ്പോൾ R&Bയിലാണ് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ തന്നെ 2-3 ഷോപ്പുകൾ കാണിച്ചിട്ടുണ്ട്. പേര് ഞാൻ കൊടുത്തിട്ടില്ല തോന്നുന്നുണ്ട്, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഞാൻ ഈ ഒരു സെക്ഷൻ ബെഡ്ഷീറ്റിൻ്റെ സെക്ഷൻ, കേർട്ടൻസിൻ്റെ സെക്ഷൻ ഒന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുള്ള നമ്മുടെ ഈ ഒരു മാറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാനിനി സെപ്പറേറ്റ് വീഡിയോ ഇടാനുള്ള വീഡിയോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പെരുന്നാളിന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, വിട്ടുപോയി. പിന്നെ നമ്മൾ 2ാം പെരുന്നാൾക്കാണ് എല്ലാവരും കൂടെ, 2ാം പെരുന്നാളും അല്ല 3ാം പെരുന്നാൾക്കാട്ടോ. 2ാം പെരുന്നാൾക്ക് നല്ല മഴയും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്ന് കൂടിയിട്ടുണ്ടായിരുന്നില്ല. 3ാം പെരുന്നാൾക്ക് എല്ലാവരും കൂടെ കൂടി. ഹസ്ബൻഡിൻ്റെ മാമൻ്റെ മോന്, അവൻ്റെ വൈഫ്, പിന്നെ ഹസ്ബൻഡിൻ്റെ എളീമാൻ്റെ മോനും അവൻ്റെ വൈഫും കുട്ടികളും. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി. പിന്നെ എൻ്റെ നാത്തൂൻ്റെ മോനെ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ നിന്ന് ഒരുമിച്ച് അങ്ങോട്ട് പോയിട്ടോ. അങ്ങനെ ഒരു ചെറിയൊരു വിശേഷം കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. നമ്മുടെ നോമ്പ് ഇതാ പെട്ടെന്ന് കഴിഞ്ഞു പോയാൽ തോന്നിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? നോമ്പ് കഴിഞ്ഞു, പെരുന്നാളും കഴിഞ്ഞു അല്ലേ. ദിവസങ്ങളൊക്കെ പെട്ടെന്ന് പോകുന്നുണ്ട്. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. ചൂടാണ്, അപ്പോൾ നല്ലോണം വെള്ളമൊക്കെ കുടിക്കുക, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരോ ഷോപ്പിലോട്ടാണ് പോയത്, സെയിം എന്താ പറയുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സെപ്പറേറ്റ് വീഡിയോ കാണുന്നുണ്ടാവുക കേട്ടോ. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് സയ്യിദ് നമുക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്കും ഹസ്ബൻഡിനും കുട്ടികൾക്കും എൻ്റെ നാത്തൂൻ്റെ മക്കൾക്കും. അപ്പോൾ അതാണ് ഇത്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. എനിക്ക് ബാഗും പെർഫ്യൂമും കാര്യങ്ങളൊക്കെയാണ്, അവർക്കും പെർഫ്യൂം, എല്ലാവർക്കും പെർഫ്യൂം കേട്ടോ. അങ്ങനെ ഈ ഒരു വെടിക്കെട്ട് നമ്മൾ അന്ന് പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ പോയപ്പോൾ ഉണ്ടായിരുന്നതാണ്. എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. പിന്നീട് ഞാൻ പറഞ്ഞില്ല, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൊതിച്ചോറാണ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഐറ്റം ഉണ്ടാക്കി കൊണ്ടുവരിക, ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ആക്കിയിട്ടുള്ളത്. കാര്യം എന്താ പറയുക, അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാവരുടെ ഐറ്റംസും ടേസ്റ്റ് ചെയ്യാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ചെമ്മീനില്ല. ചെമ്മീൻ നാളെ ഉച്ചയ്ക്കൊക്കെ എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ മീൻ വേറെ ഒന്നും വാങ്ങിച്ചില്ല, ചെമ്മീനാണ് പൊതിച്ചോറിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാനിവിടെ വാഴൻ്റെ ആട്ടോ നോക്കുന്നത്. വാഴൻ്റെ ഇവിടെ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഓരോ ടീംസ് ഓരോ ഐറ്റംസ് ഏറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പർച്ചേസിങ് ആട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോകാമെന്നുള്ള പ്ലാനാട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ പെരുന്നാളൊക്കെ ആയിട്ട് നമ്മൾ പർച്ചേസിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാര്യം നമ്മൾ ബിരിയാണി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാട്ടോ ചെയ്തത്. ഓർഡർ ആക്കിയിട്ട് നല്ല ദമ്മിട്ട ബിരിയാണി വാങ്ങിക്കുകയാണ് ചെയ്തത്.
ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ വീഡിയോ എടുത്താൽ കേട്ടോ. ഓറഞ്ചാണിത്. ഓറഞ്ച് ഇങ്ങനെ പാക്കായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഇതുപോലെ ക്യാരി ബാഗിലൊക്കെ ആക്കിയിട്ട് വെച്ചിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ വീഡിയോ എടുത്താണ്. പിന്നെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ. അപ്പോൾ ഏതാണ് വാങ്ങാമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഒരുപാട് വെറൈറ്റീസിന്. അപ്പോൾ നമ്മൾ ലേസിൻ്റെ രണ്ടൊരു സെപ്പറേറ്റ് ഫ്ലേവർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാനൊരു ചോക്ലേറ്റ് പൊട്ടിച്ച് കഴിക്കട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നമ്മുടെ ഡ്രസ്സിങ് സെക്ഷനിലൊന്ന് വന്നതാണ്. എനിക്ക് ബെഡ്ഷീറ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ബെഡ്ഷീറ്റ് വാങ്ങിച്ചു. പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മളെ ലേഡീസിൻ്റെ സെക്ഷനിലോട്ടൊന്ന് പോയി. അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു ടോപ്പും ഷാളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ജസ്റ്റ് എടുത്തതാട്ടോ. നമ്മുടെ നാട്ടിലെ ആ ഒരു ചുരിദാറും കാര്യങ്ങളും കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ. പിന്നെ ഹസ്ബൻഡും 1-2 പാൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ, അതായത് നാളത്തേക്ക് നമ്മൾ നാളെ പോകുന്ന രീതിയിലുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ അർജൻറ്റായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞു, ബില്ലിങ്ങൊക്കെ കഴിഞ്ഞു പുറത്തിറങ്ങാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ എല്ലാവരും കൂടെ കൂടുമ്പം, എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ. നമ്മളിപ്പോൾ വെറുതെ സത്യം പറഞ്ഞാൽ നമ്മൾ പെരുന്നാളായിട്ട് എവിടേക്കും പോയിട്ടില്ല. കാര്യം മഴ ആയിരുന്നു. എല്ലാവരും കൂടെ ഇരുന്ന് കൂടി അതുപോലെ ഇരുന്ന് സംസാരിച്ച് അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ നമ്മൾ കാര്യമായിട്ട് ഓരോ പ്ലേസ് കാണാനോ അങ്ങനെ ഒന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് അന്നത്തെ ഒരു വിശേഷം. ഇനി പിറ്റത്തെ ദിവസമാണ് കേട്ടോ, രാവിലെയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് അടപ്രഥമനും പിന്നെ ഒരു ചമ്മന്തിയും പിന്നെ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ ഇല്ലേ, അപ്പോൾ അത് മൂന്നുമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ അടപ്രഥമൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. സൈഡിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ, അപ്പോൾ അതും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ മൈലാഞ്ചീൻ്റെ കൈ ശ്രദ്ധിച്ചാൽ അറിയാതെ ഞാൻ ഇന്നലെ രാത്രി ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് പറിച്ച് കളഞ്ഞിട്ടില്ല. അപ്പോൾ അത് കയ്യിൽ കാണാം. അപ്പോൾ അത് നമ്മുടെ അടപ്രഥമൻ ഏകദേശം ഒന്നായിട്ടുണ്ട്, എങ്കിലും ഒന്ന് കുറുകി, അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ട് ഇതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് മഴ പെയ്തിട്ടുള്ള വെള്ളമൊക്കെ നിൽക്കുന്നത് കേട്ടോ. ഇന്നങ്ങനെ മഴയും കാര്യങ്ങളൊന്നും കാണാനില്ല, എങ്കിലും ചെറിയൊരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട് കേട്ടോ. പായസമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ. ഇനി ചമ്മന്തി ഉണ്ടാക്കാനാണ്. ചമ്മന്തി നമ്മുടെ ചെറിയുള്ളിയും വറ്റൽമുളകും ഇതുപോലെ വറുത്തിട്ട് തേങ്ങ ചുട്ടരച്ച ചമ്മന്തി എന്ന് പറയില്ലേ, ആ ഒരു ടൈപ്പ് ചമ്മന്തിയാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വറ്റൽമുളകും ഇതുപോലെ ചട്ടിയിലൊന്ന് ഒട്ടും എണ്ണ ഒഴിച്ചിട്ടില്ല, എണ്ണ ഒഴിക്കാതെ ഒന്ന് വറുത്തെടുത്തിക്കണ്. അതൊന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കാനാണ്. അപ്പോൾ അത് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണ്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മസാല തേച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റാക്കിയതാ നമ്മൾ പോകുകയാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ നമ്മൾ ഓരോരുത്തർ ഓരോ സാധനങ്ങളല്ലേ, അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ നമ്മളിതാ കാറിൻ്റെ ഡിക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പായസം വെച്ചിട്ടുണ്ട്, ഗ്ലാസ് വാങ്ങിയിട്ടുണ്ട്, പിന്നെ ചിപ്സ്, പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചമ്മന്തി, പിന്നെ അങ്ങനെ നല്ലൊരു ചില്ലറ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഓംലേറ്റ് അതിനുള്ള മുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മളൊരിഷ്ടം, നമ്മളങ്ങനെ നിർബന്ധിച്ചൊന്നുമില്ല, ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല, നമ്മളുടെ സന്തോഷത്തിന് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോവുകയാണ്. നമ്മളവിടെ എത്തിയിട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ഹസ്ബൻഡിൻ്റെ എളീമാൻ്റെ മോൻ്റെ വീട്ടിലാട്ടോ. അവരൊരു വില്ലയിലാണ്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് കളിക്കാനും ആക്കാനൊക്കെ ഭയങ്കര സ്പേസ് ഉണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് മക്കൾക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അടുത്ത ടീം വന്നു, മാമൻ്റെ മോനും മോൻ്റെ വൈഫും അവർ കൊടുന്നതും. അങ്ങനെ എല്ലാം കൂടെ നമ്മൾ പിന്നെ ബാക്കി പരിപാടികളൊക്കെ അവിടെ ചെന്നിട്ടാണ് കേട്ടോ. സത്യം പറയാൻ ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം. നമ്മൾ സംസാരിച്ചിട്ടും അങ്ങനെ കുക്ക് ചെയ്യുക. അപ്പോൾ ഓംലേറ്റൊക്കെ നമ്മൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ആ ഒരു ചൂടോടെ ഉണ്ടാക്കിയിട്ട് വാഴയിലയിൽ വെക്കുമ്പോൾ എല്ലാം ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാം. അപ്പോൾ ഓംലേറ്റ് അത്യാവശ്യം ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ വലിയ പാനിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഓംലേറ്റ് ഫ്രൈ ആക്കി
പിന്നെ അതാ സൈഡിൽ ഒരാൾ വാഴൻ്റെ ഇല കഴുകുന്നുണ്ട്, ഒരാൾ ഓംലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഒരാൾ ടേബിൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക രസമാണ്. അങ്ങനെ അതാ വാഴൻ്റെ ഇലയൊക്കെ വെച്ചു. നമ്മളിതാ ചോറ് പൊതിയാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ അത്യാവശ്യം ഒരു അളവിനനുസരിച്ചിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളൂ. ഒത്തിരി ഇട്ടുകൊടുത്തിട്ടുള്ള കാര്യം ബാക്കിയാവണ്ടല്ലോ. നമ്മൾ ചോറ് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ചോറ് മാത്രം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഇത് നമ്മുടെ കോവയ്ക്ക പൊരിച്ചതാണ്, കോവയ്ക്ക ഫ്രൈ. പിന്നെ ഇതാ ഉരുളക്കിഴങ്ങ് ഫ്രൈ, പിന്നെ ചമ്മന്തി, ചെമ്മീൻ, ബീട്രൂട്ട് തോരൻ, കുമ്പളങ്ങ മോരുകറി, പിന്നെ സെപ്പറേറ്റ് ഒരു മോരുകറി, മോര് കാച്ചിയത്, നാരങ്ങ അച്ചാർ, കൊണ്ടാട്ടമുളക്. ഇതൊക്കെയാട്ടോ നമ്മൾ പൊതിച്ചോറുള്ള ഐറ്റംസ്. നമുക്കിത് പെട്ടെന്ന് കഴിക്കേണ്ടി വന്നിട്ടുണ്ട്, കാര്യം നമുക്ക് കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്നല്ല കഴിച്ചത്, നമ്മളെല്ലാവരും കൂടെ പുറത്തൊരു പാർക്കിൽ പോയിട്ടാണ് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചത്. ആ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നതും എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നതും ആ ഒരു ഫീലും ഒക്കെ ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മളെല്ലാം എടുത്ത് പാർക്കിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി പാർക്കിൽ ഇതെല്ലാം സെറ്റ് ചെയ്യണം. ചോറും കാര്യങ്ങളൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഈ ഒരു ഭാഗത്താട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ അങ്ങനെ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ഫാമിലിയും ഒക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതാ നമ്മളവിടെ ആദ്യം എത്തിയിട്ടുള്ള, ബാക്കി ഉള്ളവരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് ഓരോന്ന് സെറ്റാക്കി വരികയാണ്. അപ്പോൾ ചിപ്സും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ എടുത്ത് വെച്ചത് പിന്നീട് മറന്നു പോകണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. വണ്ടിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ഇതാ എല്ലാവരും എത്തി. നമ്മൾ മാറ്റും കാര്യങ്ങളും ഒക്കെ വിരിച്ച് എല്ലാം സെറ്റ് ചെയ്യാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമാണ്. നമ്മൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ കൂടണം കേട്ടോ. ഞാൻ പറഞ്ഞത് ഞങ്ങൾ കാര്യം മാത്രമല്ല, മൊത്തത്തിൽ നമ്മൾ എവിടെയാണെങ്കിൽ നമ്മളെ ഫാമിലീസൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് എല്ലാവരും കൂടി കൂടുമ്പോൾ ആ ഒരു വൈബ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നല്ല പൊതിച്ചോറും കഴിച്ച് ഇരിക്കുക കേട്ടോ. 2 തരം പായസം ഉണ്ടായിരുന്നു, സേമിയ പായസം ഉണ്ടായിരുന്നു, അടപ്രഥമൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് തോരനും നമ്മുടെ ചമ്മന്തിയും, അതിൻ്റെ ഇടയിൽ ചെള്ളിച്ചമ്മന്തി ഉണ്ട്, നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ പായസം കുടിക്കലാണ്. സേമിയ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് അടപ്രഥമൻ എടുത്തിട്ടുണ്ടായിരുന്നത്, അടപ്പായസം എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതും കുടിച്ച് എല്ലാവർക്കും സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സേമിയ പായസവും അടപ്പായസവും ഇതട്ടോ. ഒരാളടുത്ത് സേമിയ പായസം, ഒരാളടുത്ത് അടപ്പായസം, രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. സേമിയ പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുമ്പളങ്ങ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കോവക്ക പൊരിച്ചതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പായസം കുടിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മാമൻ്റെ മോന്. അപ്പോൾ അവന് 3 ഫ്ലേവർ കൊടുത്തിട്ടുണ്ടായിരുന്നു, വാനില, മാംഗോ, സ്ട്രോബെറി. അങ്ങനെ പിന്നെ കുട്ടികൾക്കൊക്കെ ഐസ്ക്രീമൊക്കെ കൊടുത്തു. പിന്നെ ഇവർ പോയിട്ട് ഫുട്ബോളും ബാഡ്മിൻ്റൺ ഒക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ ആണുങ്ങൾ അങ്ങനത്തെ കളി കളിക്കാൻ നിന്നു. അങ്ങനെ ഭയങ്കര രസമായിരുന്നു എല്ലാവരും കൂടി കൂടുമ്പോൾ. അങ്ങനെ രാത്രി ലേറ്റായി. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റായി. ഇനി അതൊന്ന് ലെവലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവുക കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല, അതായത് ഫുൾ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ പോയി ചായയൊക്കെ കുടിച്ചു, ചായയും കൊത്തു പൊറാട്ടൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ കുറച്ച് ലെങ്തായി പോയി എന്ന് തോന്നുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിനും ഫാമിലീസൊക്കെ ഷെയർ ചെയ്യുക. പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. പുതിയൊരു വീഡിയോ ആയിട്ടും വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ.